+2 ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട 2 പാഠങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. 9ാമത്തെ പാഠം, 10ാമത്തെ പാഠം. ഇത് രണ്ടും പ്രകാശവുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ്. അതിനെ നമുക്ക് ഒപ്റ്റിക്സ് എന്ന് വിളിക്കാം, അല്ലേ? ലൈറ്റുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ്. അതിനെ നമുക്ക് ഒപ്റ്റിക്സ് എന്ന് വിളിക്കാം. ഒപ്റ്റിക്സിൻ്റെ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് 9ാമത്തെ ചാപ്റ്ററിൽ റേ ഒപ്റ്റിക്സും 10ാമത്തെ ചാപ്റ്ററിൽ വേവ് ഒപ്റ്റിക്സും. ഇതാണ് നമുക്കിനി പഠിക്കേണ്ട കാര്യങ്ങൾ. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 2 ചാപ്റ്ററും നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമുക്ക് ചുറ്റും നടക്കുന്ന, നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങളെയാണ് പറയുന്നത്, പ്രതിപാദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ കോൺസെപ്റ്റ് മനസ്സിലാക്കി ആഴത്തിലുള്ള പഠനം നടത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ആശയവ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രാധാന്യം നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ, നമുക്ക് ചുറ്റുമുള്ള, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്ക് എല്ലായിടത്തും കാണാം. പ്രകാശം, ലൈറ്റുള്ള എല്ലായിടത്തും നമുക്ക് ഇതിനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിൻ്റെ പേര് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ്. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. റേ ഒപ്റ്റിക്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങളും, അതാണ് നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ. നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ പാഠം പഠിക്കേണ്ടതിൻ്റെ ആവശ്യം, ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ മുൻപ് നടന്ന കാര്യങ്ങളിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ. സി, ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ്, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്, അല്ലേ? നമ്മുടെ ഫിസിക്സിലെ ഒരു വിഭാഗമാണ് ഒപ്റ്റിക്സ്. പല വിഭാഗങ്ങളുണ്ട്, ഓരോന്നായി നമ്മൾ പഠിച്ച് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സ്റ്റഡി ഓഫ് നേച്ചർ, പ്രൊഡക്ഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. വളരെ ശ്രദ്ധിക്കണം. പ്രകാശം, ലൈറ്റിൻ്റെ നേച്ചർ, സ്വഭാവം, പ്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടാവുന്നു, പ്രൊപ്പഗേഷൻ എങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഫിസിക്സിലെ, സയൻസിലെ ബ്രാഞ്ചാണ് നമുക്കുള്ള ഒപ്റ്റിക്സ്. സോ ഒരിക്കൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഭാഗത്തിനെ ഒന്ന് റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈറ്റ്, നമുക്കറിയാം ലൈറ്റ്. നമുക്കൊരു വസ്തുവിനെ കാണണമെന്നുണ്ടെങ്കിൽ പ്രകാശം, ലൈറ്റ് വേണം. നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? എനിക്ക് എന്നെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ, കണ്ണാടിയിൽ എന്നെ തന്നെ കാണണമെങ്കിൽ ലൈറ്റ് വേണം. ലൈറ്റ് ഇല്ലാത്തൊരു മുറിയിൽ നമുക്ക് കാണാൻ പറ്റുമോ? കണ്ണാടിയിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പോൾ പ്രകാശം എന്ന് പറയുന്നത്, ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണൽ എന്നുള്ള സെൻസേഷൻ, അല്ലേ? സീയിങ് എന്നുള്ള സെൻസേഷൻ ഉണ്ടാക്കി തരുന്നതാണ് ലൈറ്റ്. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അതർ എനർജി പോലെ തന്നെ പ്രകാശവും ഒരു ഊർജമാണ്. പ്രകാശം ഒരു ഊർജമാണ്. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് പ്രൊഡ്യൂസസ് ദ സെൻസേഷൻ ഓഫ് സീയിങ്. അങ്ങനെയാണ് പറയുക. പ്രകാശമുള്ളത് കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ ലൈറ്റിനെ പറ്റി പറഞ്ഞു. ഇനി കാണുക എന്നുള്ള കാര്യം ലൈറ്റ് ഉള്ളത് കൊണ്ട് സാധ്യമാവും. ഇനി നമ്മൾ നമ്മളും ഫിസിക്സിൻ്റെ കൂടെ നമ്മളും സഞ്ചരിക്കുകയാണ്. +1, +2 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, ലൈറ്റിന് എന്ത് സ്വഭാവമുണ്ട്? വേവ് സ്വഭാവമുണ്ട്, തരംഗ സ്വഭാവമുണ്ട് എന്ന് പഠിച്ചു. എന്താണ് ചാപ്റ്റർ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, പ്രകാശം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ലൈറ്റ് ഈസ് എ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ലൈക്ക് അതർ വേവ്സ് ഉണ്ട്, മൈക്രോവേവ്, ഗാമ, അൾട്രാ വയലറ്റ്, അതേപോലെ തന്നെ റേഡിയോ വേവ്സ്. ഇതിലൊക്കെ പെട്ട മറ്റൊരാളാണ് ആര്? ലൈറ്റ്. ലൈറ്റ് ഈസ് എ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്.
രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ലൈറ്റ് ഒരു ഊർജ്ജമാണ്, ലൈറ്റ് ഒരു വേവാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. വീണ്ടും നമ്മൾ തിരിച്ച് ഒപ്റ്റിക്സിലേക്ക് വരികയാണ്. ലൈറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ കാണുന്ന ആളാണ് ലൈറ്റ്, അല്ലെ? എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് ലൈറ്റ്. ഇനി എന്താണ് ഒപ്റ്റിക്സ്? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്. അഗെയിൻ ഞാൻ പറയാണ്, ഫിസിക്സിലെ ബ്രാഞ്ചാണ്, ഒരു വിഭാഗമാണ്. വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ്, അതെന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്? നേച്ചർ, എന്താണ് സ്വഭാവം, പ്രൊഡക്ഷൻ, എങ്ങനെ ഉണ്ടാവുന്നു, ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, ലൈറ്റിൻ്റെ സ്വഭാവം, ലൈറ്റിന് എന്തൊക്കെ സ്വഭാവമുണ്ട്, ലൈറ്റ് എങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്, ലൈറ്റ് എങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, ഇതൊക്കെയായി ബന്ധപ്പെട്ട പഠന വിഭാഗമാണ് ഒപ്റ്റിക്സ്. ഓക്കെ, ദെൻ ഒപ്റ്റിക്സിന് നമുക്ക് പ്രധാനമായിട്ടും 2 എന്നുണ്ടെങ്കിലും അല്ലേ, നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അതിൽ 2 വിഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് റേ ഒപ്റ്റിക്സ്, മറ്റൊന്ന് വേവ് ഒപ്റ്റിക്സ്, മറ്റൊന്ന് ക്വാണ്ടം ഒപ്റ്റിക്സ്. 3 വിഭാഗമുണ്ട്. അതിൽ 2 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 9ാമത്തെ ചാപ്റ്ററിൽ റേ ഒപ്റ്റിക്സും 10ാമത്തെ ചാപ്റ്ററിൽ വേവ് ഒപ്റ്റിക്സും. അതാണ്. ഇനി ഇത് നമുക്ക് വഴിയെ പഠിക്കും, ക്വാണ്ടം ഒപ്റ്റിക്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് റേ ഒപ്റ്റിക്സ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റേ ഒപ്റ്റിക്സ്. അതിന് നമുക്ക് ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് എന്നും വിളിക്കാം. ജോമെട്രിക്കൽ ഒപ്റ്റിക്സ്, റേ ഒപ്റ്റിക്സിനെ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് എന്നും പറയാം. ഇറ്റ് കൺസേൺസ് വിത്ത് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്, അല്ലേ? പ്രകാശത്തിൻ്റെ പാർട്ടിക്കിൾ നേച്ചറുമായി ബന്ധപ്പെട്ടിരിക്കും. ഇറ്റ് കൺസേൺസ് വിത്ത് ദ, അല്ലേ? റേ ഒപ്റ്റിക്സിനെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് കൺസേൺസ് വിത്ത് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്, റൈറ്റ്? ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ, അല്ലേ, സെർട്ടൈൻ ഫിനോമിനയുമായി ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്, നമുക്കറിയാവുന്നതാണ്. ഒന്ന്, റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, അല്ലേ? ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്നത്. റെക്റ്റിലീനിയർ മോഷൻ പഠിച്ചിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ബേസ്ഡ് ഓൺ, അല്ലെ? എന്താ പറഞ്ഞു വന്നത്? റേ ഓർ ജോമെട്രിക്കൽ ഒപ്റ്റിക്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റേ ഓർ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസേൺസ് വിത്ത് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ആൻഡ് ബേസ്ഡ് ഓൺ റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, laws of reflection and laws of refraction of light. 3 കാര്യങ്ങളുമായിട്ട് ബേസ് ചെയ്ത് പറയുന്നു. ഇറ്റ് കൺസേൺസ് വിത്ത് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ആൻഡ് ബേസ്ഡ് ഓൺ റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ, അല്ലേ? റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന്, അല്ലെ, ഒരു സോഴ്സിൽ നിന്ന് ഒബ്സർവറിലേക്ക് ലൈറ്റ് പോകുന്നത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ്. ആ കാര്യത്തെപ്പറ്റി. റിഫ്ലക്ഷൻ, പ്രകാശം തട്ടി തിരിച്ചു വരുന്നു, ആധികാരികമായിട്ട് പഠിക്കാനുണ്ട്. റിഫ്ലക്ഷൻ, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. റിഫ്രാക്ഷൻ, ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക്, അല്ലേ, വൺ മീഡിയം ടു അനദർ മീഡിയം. ലൈറ്റ് കടക്കുമ്പോൾ, പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാതയിലുണ്ടാകുന്ന വ്യതിയാനത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതും നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ നിയമങ്ങളെ പറ്റി ഒക്കെ ബേസ് ചെയ്തിട്ടാണ് റേ ഒപ്റ്റിക്സ് അഥവാ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് ഉണ്ടായിരിക്കുന്നത്. അവസാനമായിട്ട് ഒന്നുകൂടി പറയുകയാണ്, ശ്രദ്ധിക്കണം. റേ ഒപ്റ്റിക്സ് ഇറ്റ് കൺസേൺസ് വിത്ത് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ആൻഡ് ബേസ്ഡ് ഓൺ റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, laws of reflection, laws of refraction, right? Then അടുത്ത് വേവ് ഒപ്റ്റിക്സ്. വേവ്, അതിൽ തന്നെയുണ്ട് വേവ്, തരംഗം, വേവ്. വേവ് ഒപ്റ്റിക്സ് അഥവാ ഫിസിക്കൽ ഒപ്റ്റിക്സ് എന്ന് പറയാം നമുക്ക്. വേവ് ഒപ്റ്റിക്സ് അഥവാ ഫിസിക്കൽ ഒപ്റ്റിക്സ്, ശ്രദ്ധിക്കണം. വേവ് ഒപ്റ്റിക്സ് അഥവാ ഫിസിക്കൽ ഒപ്റ്റിക്സ്. ഇറ്റ് കൺസേൺസ് വിത്ത് ദ വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. ലൈറ്റിന് എന്ത് സ്വഭാവമുണ്ട്? വേവ് നേച്ചർ ഉണ്ട്, തരംഗ സ്വഭാവമുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വേവ് ഒപ്റ്റിക്സ്. അവിടെയും ചില ഫിനോമിനാസ് ഉണ്ട്. ഇൻ്റർഫിയറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ. അപ്പോൾ വേവ് ഒപ്റ്റിക്സ് പറഞ്ഞാൽ വേറൊരു പേരുണ്ട്, വേവ് ഒപ്റ്റിക്സ് അഥവാ ഫിസിക്കൽ ഒപ്റ്റിക്സ്, വിച്ച് കൺസേൺസ് വിത്ത് ദ
വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ആൻഡ് it based on the phenomena of interference, diffraction and polarization. ഈ പറയുന്ന അല്ലേ പോളറൈസേഷനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എവിടെ കേട്ടിട്ടില്ല? സൺഗ്ലാസസ്, നമ്മുടെ ഉപയോഗിക്കുന്ന സൺഗ്ലാസസിൽ പോളറൈസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫിനോമിനയുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം. അങ്ങനെ ലൈറ്റിന് അല്ലെങ്കിൽ ഒപ്റ്റിക്സിനെ നമ്മൾ പ്രധാനമായിട്ടും 2 വിഭാഗമായിട്ട് മാറ്റി. ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഭാഗം.